മാക്സിമം ഡിസ്കൗണ്ട് സെയിലിലേക്ക് കൊണ്ടുപോവാണ്. 14,25,000 രൂപ നമ്മൾ മുന്നേ ആസ്ക് ചെയ്തിട്ടുള്ള വാഹനമാണ്. ഇത് നമ്മൾ 13.5 ലക്ഷം രൂപയ്ക്ക് ഇത് ക്ലോസ് ചെയ്യാൻ പോവാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മളിതിൻ്റെ ഡിഫറൻസ് 90,000 രൂപയാണ്. വെൽക്കം ബാക്ക് ടു മോട്ടോറിസം. അപ്പോൾ ഈ ഒരു GSTയിൽ വന്നിട്ടുള്ള കുറവ് കാരണം ചെറിയ വാഹനങ്ങൾക്കും പ്രീമിയം വാഹനങ്ങൾക്കും വലിയ രീതിയിലുള്ള പ്രൈസിലുള്ള വ്യത്യാസമാണ് വരാൻ പോകുന്നത്. ഇത് എങ്ങനെയാണ് സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിലേക്ക് വരുമ്പോൾ അതിൽ വരുന്ന മാറ്റം, അതുപോലെ തന്നെ വിൽക്കുന്നവർക്കും വാങ്ങുന്നവർക്കും ഡീലർമാർക്കും ആവശ്യമായ കുറച്ച് ടിപ്സുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആളുകൾ ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. 1200 cc പെട്രോൾ, CNG, LPG വാഹനങ്ങൾ, അതിന് താഴെയുള്ള വാഹനങ്ങൾക്ക്, അതുപോലെ തന്നെ 1500 cc താഴെയുള്ള ഡീസൽ വാഹനങ്ങൾക്കും 350 cc താഴെയുള്ള ബൈക്കുകൾക്കുമാണ് 28% നിന്ന് ഇത് നേരെ 18% മാറിയിട്ടുള്ളത്. അതുപോലെ തന്നെ ലക്ഷറി പ്രീമിയം വെഹിക്കിൾക്കും 350 cc കൂടുതലുള്ള ബൈക്കുകൾക്കും 28% GSTയും 22% സെസ്സും വരുന്നുണ്ടായിരുന്നു. ഇത് കമ്പൈൻഡ് സ്ലാബിലേക്ക് മാറി 40% GSTയിലേക്ക് മാറി. ഇങ്ങനെ മാറുമ്പോൾ ടോട്ടൽ 50% വന്നിരുന്നത് 40% ആയി. 10% കമ്മി ആ ഒരു കാറ്റഗറിയുള്ള വാഹനങ്ങൾക്കും ടാക്സിൽ വരുന്നതോടുകൂടി വലിയ രീതിയിലുള്ള മാർക്കറ്റിൽ പ്രൈസിൽ വരുന്ന കുറവ് അത് ശരിക്കും പറഞ്ഞാൽ സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങളെയും ബാധിക്കും, സാരമായിട്ട് തന്നെ ബാധിക്കും, യാതൊരു സംശയമില്ല. പ്രത്യേകിച്ച് 1 to 3 years ഓൾഡ് വാഹനങ്ങൾക്കായിരിക്കും കൂടുതലായിട്ട് മാർക്കറ്റിൽ സഡൻ എഫക്റ്റ് ഈ ഒരു സംഗതിയിൽ നടക്കുക. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 10 ലക്ഷം രൂപയുടെ വാഹനം ഓൾറെഡി മാർക്കറ്റിൽ വില ഉണ്ടായിരുന്ന വാഹനം, ആ ഒരു വാഹനത്തിന് ഏകദേശം 1 ലക്ഷം രൂപയാണ് കുറയാൻ പോകുന്നത്, ഏകദേശം 9 ലക്ഷത്തിലേക്ക് മാറും. ഇപ്പോൾ 2023, 24, 25 വാഹനങ്ങൾക്കൊക്കെ ഏകദേശം ഒരു ഡിപ്രീഷിയേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഒരു പുതിയ വാഹനങ്ങൾക്ക് കിലോമീറ്റർ കുറഞ്ഞ സിംഗിൾ ഓണർ വാഹനങ്ങൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ 2024, 25 വാഹനങ്ങൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും 1 ലക്ഷം, 1.5 ലക്ഷം രൂപയായിരിക്കും മാർക്കറ്റിൽ ഡിഫറൻസ് ഉണ്ടാവുക. ഈ ഒരു മാർക്കറ്റിൽ ഡിഫറൻസ് ഉള്ള ഈ ഒരു റേറ്റിലേക്ക്, അല്ലെങ്കിൽ 1.5 ലക്ഷം, 2 ലക്ഷം ഡിഫറൻ്റ് ഉള്ള ഈ ഒരു മാർക്കറ്റിലേക്ക് 1 ലക്ഷം രൂപയുടെ ഡിഫറൻറ്റ് വരുന്നതോടുകൂടി വാഹനങ്ങളുടെ വില 9 ലക്ഷം രൂപയാകും. സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ 8 ലക്ഷം രൂപയ്ക്ക് വാഹനം കിട്ടിയാൽ തന്നെ പുതിയ വാഹനങ്ങൾ എടുക്കാനായിരിക്കും ആളുകളുടെ ടെൻഡൻസി. അതുകൊണ്ട് തന്നെ സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റുകളിൽ പുതിയ വാഹനങ്ങൾ, അതായത് 3 ഇയേഴ്സ് ബാക്കിലുള്ള ഓൾഡ് വാഹനങ്ങൾക്കൊക്കെ മസ്റ്റ് സ്പോട്ടിൽ തന്നെ, എന്തായാലും 22-ാം തീയതി GST എഫക്റ്റ് ആവുന്നതോടുകൂടി തന്നെ കുറക്കൽ നിർബന്ധമാകും എന്നുള്ളത് യാതൊരു സംശയമില്ല. അതുപോലെ തന്നെ ചില വാഹനങ്ങൾക്കൊക്കെ ഓൾറെഡി 2025 വാഹനങ്ങൾക്ക് വില വർദ്ധിച്ച വാഹനങ്ങളുണ്ട്. ഉദാഹരണത്തിന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഗ്രാൻഡ് വിത്താര പോലുള്ള മാരുതിയുടെ ചില വാഹനങ്ങളൊക്കെ ഈ ഒരു ഇയറിൽ തന്നെ ഏകദേശം 1.5 ലക്ഷം, 2 ലക്ഷം രൂപയുടെ അപ്ഡേഷൻ വന്നിട്ട് റേറ്റ് കൂടിയിട്ടുണ്ട്. അത്തരം വാഹനങ്ങൾക്ക് മാർക്കറ്റിൽ വില കുറയുകയാണെങ്കിൽ തന്നെ പഴയ വാഹനത്തിൻ്റെ വിലയിലേ വരുള്ളൂ. അതുകൊണ്ട് തന്നെ അത് സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങളെ ബാധിക്കാൻ പോകുന്നില്ല. അപ്പോൾ ചില വാഹനങ്ങൾക്ക് ഇത് എഫക്റ്റ് ചെയ്യും, ചില വാഹനങ്ങൾക്ക് സ്പോട്ടിൽ എഫക്റ്റ് ചെയ്യാൻ സാധ്യതയില്ല. പിന്നെ ടൊയോട്ടയുടെ ഫാസ്റ്റ് റണ്ണിങ് വാഹനങ്ങളായിട്ടുള്ള ഫോർച്യൂണർ, അതുപോലെ തന്നെ ടൊയോട്ടയുടെ ക്രിസ്റ്റ ഹൈബ്രിഡ് വാഹനങ്ങളൊക്കെ ഒരു പുതിയ വാഹനങ്ങൾക്ക് പെട്ടെന്നുള്ള എഫക്റ്റ് ബാധിക്കുമെന്ന് ചോദിച്ചാൽ ഒരു പരിധിവരെ ബാധിക്കും, ഒരു പരിധിവരെ ബാധിക്കില്ല എന്ന് നമുക്ക് പറയാം. കാരണം പല വാഹനങ്ങൾക്കും റീസെൻ്റ്ലി റേറ്റ് കൂടിയിട്ടുണ്ട്. അത്തരം വാഹനങ്ങൾക്ക് അതിന് ആനുപാതികമായിട്ടുള്ള 10% കമ്മി തന്നെയാണ് വരുന്നത്. അപ്പം അത് സ്പോട്ടിൽ ബാധിക്കാൻ സാധ്യതയില്ല. എന്ന് വെച്ചാൽ തന്നെ ചില വാഹനങ്ങൾക്ക് എന്തുണ്ട്, റേറ്റ് കൂടിയിട്ടില്ല. അപ്പോൾ അത്തരം വാഹനങ്ങൾക്ക് എന്ത് ചെയ്യും, നല്ല സ്പോട്ടിൽ റേറ്റ് കുറയാനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു 5 വർഷം ബാക്കിലുള്ള ഒരു വാഹനം, ഇപ്പോൾ 2018, 19, 17 വാഹനങ്ങൾക്കൊക്കെ എന്തായാലും ഒരു 6-7 മാസം കൊണ്ടൊക്കെ മാർക്കറ്റിൽ എന്ത് ചെയ്യുള്ളൂ, ഇത് എഫക്റ്റ് ചെയ്യുള്ളൂ. അതായത് ഒരു 2017 വാഹനത്തിൻ്റെ വിലയും പുതിയ വാഹനമായിട്ടുള്ള ഒരു മാർക്കറ്റിൽ ഡിഫറൻറ്റ് എന്ന് പറഞ്ഞാൽ വലിയ ഡിഫറൻ്റാണ്, ചെറിയ ഡിഫറൻ്റ് അല്ല. ഏകദേശം 10-20 ലക്ഷം റുപ്യേൻ്റെ ഡിഫറൻറ്റ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പുതിയ മേൽക്ക് ഓടി കസ്റ്റമർ പോവില്ല. അതുകൊണ്ട് തന്നെ ഇതിന് പെട്ടെന്ന് എഫക്റ്റ് ചെയ്യാനുള്ളൊരു സാധ്യത കുറവാണ്. പിന്നെ പ്രീമിയം കാറുകൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ എന്തായാലും വലിയ എമൗണ്ട്, ഹ്യൂജ് എമൗണ്ടാണ് ഡിഫറൻറ്റ് വരുന്നത്. ഉദാഹരണത്തിന് പറയുകയാണെന്നുണ്ടെങ്കിൽ റേഞ്ച് റോവറിൻ്റെ വോഗൊക്കെ ഏകദേശം 15 ലക്ഷം രൂപയുടെ ഡിഫറൻ്റാണ് പുതിയ വാഹനം കഴിഞ്ഞൊരു 2 മാസം മുന്നേ, അല്ലെങ്കിൽ 1 മാസം മുന്നേ എടുത്ത ആളുകൾക്കും ഇനി 22-ാം തീയതിക്ക് ശേഷം എടുക്കുന്ന ആളുകൾക്കും തമ്മിലുള്ള ഡിഫറൻസ്. അത്തരം വാഹനങ്ങൾക്കൊക്കെ എന്തായാലും മാർക്കറ്റിൽ ന്യൂ വാഹനങ്ങൾക്ക് നല്ല വ്യത്യാസം വരും. അതായത് പ്രീമിയം വാഹനങ്ങൾ, പുതിയ വാഹനങ്ങൾ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള യൂസ്ഡ് കാർസ് ഡീലേഴ്സൊക്കെ സത്യം പറഞ്ഞാൽ ശരിക്കും ചെറിയൊരു ത്യാഗം സഹിക്കേണ്ടി വരും എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും, മുൻകൂട്ടി പറയാൻ പറ്റും. ഇനി നമുക്ക് എന്താണ് ഒരു വിൽക്കുന്ന ആൾ ഇപ്പോൾ എന്ത് ചെയ്യും? ഇപ്പോൾ ഒരു യൂസ്ഡ് കാർ വാഹനം, ഒരു പുതിയ വണ്ടി എടുത്ത ആൾ, അയാൾക്ക് അത് സെല്ല് ചെയ്യേണ്ട ഒരു സമയമാണ് ഇപ്പോൾ എന്നുണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യും? അയാൾ തീർച്ചയായിട്ടും അയാൾ സെല്ല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അയാൾ ലോസിൽ സെല്ല് ചെയ്യാൻ തയ്യാറാവേണ്ടി വരും. അല്ലെങ്കിൽ ആ വാഹനം അയാൾ
ഉപയോഗിക്കുന്നതാണ്. ഇപ്പം ഒരു 6-7 മാസം കൂടി ഉപയോഗിച്ചിട്ട് കൊടുക്കുകയായിരിക്കും നല്ലത്. അല്ല ഒരു 2 മാസം കഴിഞ്ഞിട്ടല്ല, 1 മാസം കഴിഞ്ഞിട്ടല്ല, 1 വർഷം കഴിഞ്ഞിട്ടാണെങ്കിലും ഈ എഫക്റ്റ് നേരെ അതിനെ ബാധിക്കും തീർച്ചയാണ്. പിന്നെ ഡീലർമാർ സ്റ്റോക്ക് വന്നിട്ടുള്ള വാഹനങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അവർ ചെറിയൊരു നഷ്ടം സഹിച്ചോ അല്ലെങ്കിൽ ലാഭം ഇല്ലാതെയോ ഇപ്പോൾ ഉള്ള സ്റ്റോക്ക് എന്ത് ചെയ്യേണ്ടി വരും, അവർ വിറ്റുവയ്ക്കാൻ തയ്യാറാവേണ്ടി വരും. ഇല്ലെങ്കിൽ അവർ ആ ഒരു സ്റ്റോക്ക് അവർക്ക് എന്ത് ചെയ്യും, അവരുടെ യാർഡുകളിൽ തന്നെ ഉറങ്ങിപ്പോകുന്നൊരവസ്ഥ ഉണ്ടാവും. തീർച്ചയായിട്ടും ഫാസ്റ്റ് സെല്ലിങ്ങിന് ഓരോ യാർഡിലെ ആളുകളും എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ പിന്നെ നമ്മളിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഇത്രയും ഇൻഫോർമേഷൻ നമുക്ക് കിട്ടിയ സ്ഥിതിക്ക് നമ്മളുള്ള സ്റ്റോക്ക് ഇപ്പോൾ ഉള്ള റേറ്റിൽ നിന്നും നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കുറച്ച് റേറ്റുകളുണ്ട്. നമ്മളെ വീഡിയോ കാണുന്ന ആളുകൾക്ക് നമ്മളെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാം. അപ്പം അതിൽ നിന്നും നമ്മൾ മാക്സിമം ഡിസ്കൗണ്ട് എഴുതിയിട്ട് മാക്സിമം ഡിസ്കൗണ്ട് സെയിലിലേക്ക് കൊണ്ടുപോവാണ് ഇപ്പോൾ ഉള്ള സ്റ്റോക്ക്. അപ്പം നമുക്കുള്ള സ്റ്റോക്കുകൾ ജസ്റ്റ് ഒന്ന് കാണിക്കാം അല്ലേ. ഇപ്പോൾ നമുക്ക് ഇവിടെ 2016 മോഡൽ സെഡ് ഓട്ടോമാറ്റിക് വന്നിട്ടുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പിലാണ്. 1,40,000 കിലോമീറ്റർ ഫുൾ കമ്പനി സർവീസിലുള്ള സിൽവർ സെഡ് ഓട്ടോമാറ്റിക് ഡീസൽ വാഹനം 2.8 ആണ്. ഈ ഒരു വാഹനം നമ്മൾ കൊടുക്കാൻ പോകുന്നത് 14,25,000 രൂപ നമ്മൾ മുന്നേ ആസ്ക് ചെയ്തിട്ടുള്ള വാഹനമാണ്. ഇത് നമ്മൾ 13.5 ലക്ഷം രൂപയ്ക്ക് ഇത് ക്ലോസ് ചെയ്യാൻ പോവാണ്. അതുപോലെ തന്നെ 15 ലക്ഷം രൂപ ചോദിച്ചിട്ടുണ്ടായിരുന്ന BMW 520D സിംഗിൾ ഓണർ 76,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ജെനുവിൻ വാഹനം. ഈ ഒരു വാഹനം യാതൊരു അപാകത ഈ ഒരു വാഹനത്തിനില്ല. ടോപ്പ് ക്വാളിറ്റി വാഹനം, അതായത് ഒരു പ്രീമിയം വാഹനം ഉപയോഗിച്ച് തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്ക് ധൈര്യമായിട്ട് എടുക്കാൻ പറ്റിയിട്ടുള്ള ഹൈ ക്വാളിറ്റി വാഹനം. നമ്മൾ 15 ലക്ഷം രൂപയായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് ലക്ഷറി ലൈനിൽ വരുന്ന വാഹനമാണ്. ഈ ഒരു വാഹനം നമ്മൾ 14,10,000 രൂപയ്ക്ക് കൊടുക്കാൻ പോവാണ്. തീർച്ചയായിട്ടും നമ്മളെ വീഡിയോ കണ്ടവർക്ക് അറിയാം, നമ്മൾ ഓരോ വീഡിയോയിലും റേറ്റ് പറഞ്ഞതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ നമ്മളിതിൻ്റെ ഡിഫറൻസ് 90,000 രൂപയാണ് എടുക്കാം. ഇത് നമ്മൾ ഓൾറെഡി സോൾഡ് ചെയ്താണ്. പിന്നെ ഈ ഒരു വാഹനം നമ്മൾ 12.25 ലക്ഷം രൂപ ചോദിച്ച കേരളത്തിൽ നമ്പറായ 2014 4x2 ഓട്ടോമാറ്റിക് വാഹനം 15 ലക്ഷം രൂപ വാഹനത്തിന് വില ഇന്ന് മാർക്കറ്റിലുണ്ട്. ഈ വാഹനത്തിനൊന്നും പെട്ടെന്ന് റേറ്റ് കുറയില്ല കേട്ടോ. നമ്മളെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഉള്ള ഓൾഡ് സ്റ്റോക്ക് ഫുൾ ക്ലോസ് ചെയ്യാണ്. ഇപ്പോൾ ഇതിൻ്റെ ഒരൊറ്റ ന്യൂനത ഈ വാഹനത്തിന് കാര്യമായിട്ട് ന്യൂനത എന്ന് പറയാനുള്ളത്, ഇത് 5 ഓണർ ആയിട്ടുണ്ട്. 5ാമത്തെ ഓണറിലാണ് ഇപ്പോൾ കേരളത്തിൽ നമ്പർ ആയിട്ടുള്ളത്. ആ ഒരു ന്യൂനത മാത്രമേ ഉള്ളൂ. ഓണർഷിപ്പ് പ്രശ്നമില്ലാത്ത ആളുകൾക്ക് ടോപ്പ് റേറ്റ് ആണ്. 11,80,000 രൂപക്കാണ് നമ്മൾ ഈ ഒരു വണ്ടി കൊടുക്കാൻ പോകുന്നത്. അടുത്തതായിട്ട് സെഡ് മാനുവൽ 2017 മോഡലാണ്. സിംഗിൾ ഓണറാണ്. നോ റീപ്ലേസ്മെൻ്റ് ആണ്. ഗ്ലാസ്സിന് ചെറിയ സ്ക്രാച്ച് വീണ് എടുക്കുന്ന ആളുകൾക്ക് വേണമെങ്കിൽ മാറാം. ഈ ഒരു വാഹനം നമ്മൾ കൊടുക്കാൻ പോകുന്നത് 13 ലക്ഷം രൂപക്കാണ് കേട്ടോ. 2017 സെഡ് മാനുവൽ, അതും ഹൈ ക്വാളിറ്റി 1,00,000 കിലോമീറ്ററോടെ ഹൈ ക്വാളിറ്റി വാഹനം കൊടുക്കാൻ പോകുന്നത് 13 ലക്ഷം രൂപക്കാണ്. അതേപോലെ തന്നെ ഒരു ഹൈ ക്വാളിറ്റി വാഹനമാണ് ടൂറിംഗ് സ്പോർട്ട് ഓട്ടോമാറ്റിക്. സെഡിന് മേലെ കുറച്ച് വരുന്ന നമ്മൾ വണ്ടിക്ക് 16,80,000 രൂപ ആസ്ക് ചെയ്തുന്ന വണ്ടി 16,10,000 രൂപയ്ക്ക് നമ്മൾ ക്ലോസ് ചെയ്യാൻ പോവാണ്. ടോപ്പ് ക്വാളിറ്റി വണ്ടി. ഇനി ഇവിടെ ഒരു ഗ്രാൻഡ് വിത്താർ ഉണ്ട്, അതുപോലെ തന്നെ ഒരു ഷിഫ്റ്റ് ഉണ്ട്, ഒരു ബലാനോ പെട്രോൾ ഓട്ടോമാറ്റിക് ഉണ്ട്. ഈ വാഹനങ്ങൾ നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യാണ്, ഡിസ്കൗണ്ട് സെയിലേക്ക് കൊണ്ടുവരികയാണ്. ഇതൊക്കെ നമുക്ക് ഇപ്പോഴൊന്നും റേറ്റ് കുറയില്ല എന്ന് ഉറപ്പുള്ള വാഹനമാണ് കേട്ടോ. ഗ്രാൻഡ് വിത്താരൊക്കെ മാത്രമേ സാധ്യതയുള്ളൂ കുറയാൻ. ഗ്രാൻഡ് വിത്താരൊക്കെ കുറയില്ല എന്ന് നമുക്കൊരു പ്രതീക്ഷ ഉണ്ട്. കാരണം ഓൾറെഡി 2 ലക്ഷം രൂപ മാർക്കറ്റിൽ റേറ്റ് കൂടിയിരുന്ന വണ്ടിയാണ്. 26 ലക്ഷം രൂപയ്ക്ക് എത്തിയിട്ട വണ്ടിയാണ്. ഇപ്പോൾ റേറ്റ് കുറയുന്നത് 24 തന്നെ എത്തുള്ളൂ. ഓൾറെഡി 24 ലക്ഷം രൂപയ്ക്ക് ഇറക്കിയിട്ടുള്ള വണ്ടിയാണ്. ഇത് 2017 വണ്ടി. 3rd ഓണർഷിപ്പിലാണ് ഈ ഒരു വാഹനം നിൽക്കുന്നത്. ഒറിജിനൽ കേരള 86,000 കിലോമീറ്ററോടെ VXI പെട്രോൾ വണ്ടി മാനുവലാണ്. ഇത് നമ്മൾ 4.5 രൂപ ചോദിച്ചിരുന്നു. 4,50,000 ചോദിച്ചിരുന്നു. ഈ ഒരു വാഹനം 4,25,000 രൂപയ്ക്ക് കൊടുക്കുകയാണ്. ഇതാ നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത് 18,25,000 രൂപയായിരുന്നു. ഇതിന് നമ്മൾ കുറക്കുകയാണ്. 17,90,000 രൂപയ്ക്ക് ഈ വണ്ടി കൊടുക്കുക. ആൽഫ പ്ലസ് ആണ്, ഓട്ടോമാറ്റിക് ആണ്, ടോപ്പ് എൻഡ് വാഹനം, പനോറമിക് റൂഫ്, മൊത്തം ഓപ്ഷൻസ് വരുന്ന വാഹനം, 360 ഡിഗ്രി ക്യാമറ, എല്ലാം A to Z ഓപ്ഷൻസ് വരുന്ന ഒരു വാഹനമാണ് ആൽഫ പ്ലസ്. പെട്രോളാണ്. വേരിയൻറ്റ് 25 കിലോമീറ്റർ സ്ട്രോങ് ഹൈബ്രിഡിൽ വരുന്ന വാഹനം 17,90,000 രൂപയ്ക്ക് കൊണ്ടുപോകാം. അതുപോലെ തന്നെ ഈ ഒരു വാഹനം ബലാനോ ആണ്. CVT ഓട്ടോമാറ്റിക് പെട്രോൾ വരുന്ന 2017 മോഡൽ 3rd ഓണർഷിപ്പിലുള്ള ഒറിജിനൽ കേരള വാഹനം. 1,05,000 കിലോമീറ്റർ ജെനുവിൻ ഓട്ടം. ഒരു ഡോറ് റീപ്ലേസ് ഉണ്ട് ബാക്കിൽ. ഈ ഒരു വാഹനം നമ്മൾ കൊടുക്കാൻ പോകുന്ന 5,20,000 രൂപയ്ക്കാണ് കേട്ടോ. അപ്പം നമ്മൾ കുറേ ടിപ്സുകൾ പറഞ്ഞു, കുറേ കാര്യങ്ങൾ പറഞ്ഞു. നമ്മൾ വാഹനങ്ങൾ ഫുൾ നമ്മൾ സ്റ്റോക്ക് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റേറ്റ് കുറച്ചു.
മോട്ടോറിസത്തിനെ കുറിച്ച് അറിയുന്നവർക്ക് അറിയാം, നമ്മൾ കൊടുക്കുന്ന ഗ്യാരണ്ടികളുണ്ട്. ഓൺ വാഹനങ്ങൾക്ക് 1 month ചെക്കിംഗ് ഗ്യാരണ്ടിയാണ് നമ്മൾ കൊടുക്കൽ. അതിൽ എന്താണ് നമ്മൾ കൊടുക്കുന്ന ഗ്യാരണ്ടി എന്ന് വെച്ചാൽ, എൻജിൻ മെക്കാനിക്ക് നമ്മളെ ഓൺ വാഹനങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾക്ക് നേരിടുകയാണെങ്കിൽ അതിൻ്റെ സർവീസ് കോസ്റ്റ് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ്. 1 week ചെക്കിംഗ് ഗ്യാരണ്ടി കൊടുക്കാറുണ്ട്. അതെന്താ വെച്ചാൽ നമ്മൾ പറയുന്ന ഇൻഫോർമേഷനിൽ എന്തെങ്കിലും പിഴവുകൾ കളവായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ തെളിയിക്കാൻ കഴിയുകയാണെങ്കിൽ, ഹിസ്റ്ററി പറഞ്ഞത്, റീപ്ലേസ്മെൻറ്റ് പറഞ്ഞത്, അല്ലെങ്കിൽ വണ്ടിക്ക് നമ്മൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള എന്തെങ്കിലും ക്വാളിറ്റി അതിൽ കുറവുണ്ടെന്ന് പറഞ്ഞത്, ഇതിൽ എന്തെങ്കിലും ഒന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുകയാണെങ്കിൽ വണ്ടി നിങ്ങൾക്ക് റിട്ടേൺ കൊണ്ടുവരാം. നിങ്ങൾക്ക് റീഫണ്ടാണ് ഇതിന് നമ്മൾ കൊടുക്കുന്ന ഗ്യാരണ്ടി. അതുപോലെ അതർ സ്റ്റേറ്റ് വാഹനങ്ങൾക്ക് NOCക്ക് നമ്മൾ കൊടുക്കുന്നത് റീഫണ്ട് ഗ്യാരണ്ടിയാണ്. നമ്മൾ പറഞ്ഞ ടൈം പീരീഡ് ഉണ്ട്, ചിലപ്പോൾ ആ ഒരു പീരീഡ് ഒരു 10-15 ദിവസം അങ്ങോട്ട് നിൽക്കാം. അതല്ലാണ്ട് നിങ്ങൾക്ക് NOC കിട്ടാത്തൊരു വിഷയം വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വാഹനം നിങ്ങൾ സേഫാണ്, നിങ്ങളുടെ ഫണ്ട് സേഫാണ്. മോട്ടോറിസം തകുന്ന റീഫണ്ട് തരും. നമ്മളെ വാക്കാനുള്ള ഗ്യാരണ്ടി മാത്രമല്ല, എഴുതി തരാൻ നമ്മൾ തയ്യാറാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് അതിനൊരു തെളിവുമാണ്, എല്ലാ വീഡിയോയിലും നമ്മൾ പറയുന്നതുമാണ്. അപ്പോൾ ഒരുപാട് അപ്ഡേഷൻസ് ആണ് വരുന്നത്, റേറ്റിൽ വലിയ മാറ്റങ്ങളാണ് വരുന്നത്. പ്രീമിയം വെഹിക്കിൾസിനൊക്കെ 5 ലക്ഷം മുതൽ 20 ലക്ഷം 25 ലക്ഷമൊക്കെയാണ് വലിയ വാഹനങ്ങൾക്ക് റേറ്റിൽ ഇതിന് ഡിഫറൻസ് വരാൻ പോകുന്നത്. സാധാ വാഹനങ്ങൾക്ക് ചെറിയ വ്യത്യാസമേ വരുന്നുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ട ആളുകൾ ഇൻഫോർമേഷൻ, നമ്മൾ നൽകിയിട്ടുള്ള ഇൻഫോർമേഷനൊക്കെ ലൈക്ക് ആയിട്ടുണ്ട്, ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന ആളുകൾക്ക് ഈ ചാനലൊന്ന് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ പുതിയ വിശേഷങ്ങളും പുതിയ വാഹനങ്ങളുടെ സ്റ്റോക്കൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ശുഭദിനം. താങ്ക് യു ഫോർ വാച്ചിങ്.